എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധമധ്യായം 3 ശ്ലോകം 19, 20, 21, 22, 23, 24 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. മഹാരാജാവ് കുറെ കാലത്തിന് ശേഷം സുകന്യയുടെ അച്ഛൻ ആശ്രമത്തിൽ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനായിട്ട് ഇരുന്ന് രമിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ പുത്രി കണ്ടപ്പോൾ വല്ലാതെ ക്രോധം വന്നു. പുത്രിയെ ശകാരിക്കുകയാണ് മഹാരാജാവ്. നമുക്ക് ശ്ലോകം നോക്കാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 19. രാജാദുഹിതരം പ്രാഹ കൃതപാദാഭിവന്ദനാം ആശിഷശ്ചാപ്രയുഞ്ജാനോ നാദിപ്രീതമനാ ഇവ. കൃതപാദാഭിവന്ദനാം ചെയ്യപ്പെട്ട പാദാഭിവന്ദനത്തോടുകൂടിയ ദുഹിതരം പുത്രിയോട് ആശിഷുകളെ അപ്രയുഞ്ജാന യോജിക്കാത്തവനും അതിപ്രീതമന ഇവ അതിപ്രീതമല്ലാത്ത മനസ്സോടുകൂടിയവനെ പോലെ ഇരിക്കുന്നവനുമായ രാജാവ് പ്രാഹ പറഞ്ഞു. സുകന്യ അച്ഛനെ കണ്ടപ്പോൾ പിതാവിനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് നമസ്കരിച്ചു. അപ്പോൾ രാജാവ് അനുഗ്രഹിക്കണില്ല, ദേഷ്യപ്പെട്ട് നോക്കാണ് സുകന്യ. അനുഗ്രഹിച്ചില്ല എന്ന് മാത്രല്ല, ഒട്ടും പ്രീതമല്ലാത്ത മനസ്സോട് മുഖം കൊണ്ട് ദേഷ്യം കൊണ്ട് ക്രോധം കൊണ്ട് ഇങ്ങനെ വിറച്ചിട്ട് പുത്രിയോട് പറയാണ്. ചികീർഷിതം തേ കിമിദം പതിസ്ത്വയാ പ്രലംഭിതോ ലോക നമസ്കൃതോ മുനി യത്വം ജരാഗ്രസ്തമസത്യസമ്മതം വിഹായ ജാരം ഭജസേ മുമധ്വഗം. അസതി അമംഗളെ എന്നാണ് വിളിക്കുന്നത്. തേ നിന്റെ ചികീർഷിതം ഇതം കിം ഈ പ്രവൃത്തി എന്താണ്? ലോക നമസ്കൃത ലോകത്താൽ നമസ്കരിക്കപ്പെടുന്ന പതി മുനി ഭർത്താവായ മുനി ത്വയാ നിന്നാൽ പ്രലംഭിത വഞ്ചിക്കപ്പെട്ടു. യത് എന്തുകൊണ്ടെന്നാൽ ജരാഗ്രസ്തം ജരയാൽ ബാധിക്കപ്പെട്ടും അസമ്മതം നിനക്ക് സമ്മതനല്ലാതെയും ഇരിക്കുന്നവനെ വിഹായ ഉപേക്ഷിച്ചിട്ട് അധ്വകം അമും ജാരം വഴിപോക്കനായ ഈ ജാരനെ ത്വം ഭജസേ നീ ഭജിക്കുന്നു. ഹേ അസതി അമംഗളെ നീയെ ചെയ്തിരിക്കണ ഈ പ്രവൃത്തി എന്താ? നീ ഇങ്ങനെയൊക്കെ ചെയ്യണത്? നിന്റെ ഭർത്താവായ മുനി ലോകവന്ദ്യനായ മഹാനല്ലേ, എത്ര തപസ്വിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നീ വഞ്ചിച്ചില്ലേ? എങ്ങനെയാ ഞാനിത് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, നിന്റെ അരികത്ത് കാണുന്ന ഇവനുണ്ടല്ലോ, ഏതോ വഴിപോക്കനല്ലേ, ജരാബാധിതനായാൽ നിനക്ക് ഇഷ്ടമില്ലെന്ന് വിചാരിച്ച് അങ്ങനെ ആ കാരണം കൊണ്ട് ആ മഹാത്മാവിനെ ഉപേക്ഷിച്ചിട്ട് ജാരനായി ഇവനെ നീ അംഗീകരിച്ചിരിക്കുകയാണല്ലേ എന്നങ്ങോട്ട് പറഞ്ഞ് വളരെ ക്രോധത്തോടു കൂടിയിട്ട് നോക്കാണ് സുകന്യ. അതാ സുകന്യ പുഞ്ചിരിച്ചുകൊണ്ട് പിന്നെയും പറയണു മഹാരാജാവ്. കഥം മതിസ്തേവഗത അന്യഥാ സദാം കുലപ്രസൂതേ കുലദൂഷണം ത്വിദം ബിഭർഷിജാരം യദപത്രവാകുലം പിതുശ്ച ഭർത്തുശ്ച നയസ്യധസ്തമ. സതാം കുലപ്രസൂതേ സത്തുക്കളുടെ കുലത്തിൽ ജനിച്ചവളെ, തേ മതി നിന്റെ ബുദ്ധി. കഥം അന്യഥാവഗത എങ്ങനെയാണ് വിപരീതമായി അവസാനിച്ചത്? ഇതം തു ഇതാകട്ടെ കുലദൂഷണം കുലത്തിന് ദൂഷണമാകുന്നു. യത് എന്തെന്നാൽ അപത്രവ ലജ്ജാഹീനയായിട്ട് ജാരം വിഭർഷി ജാരനെ ഭരിക്കുന്നു. പിതു ഭർത്തുച പിതാവിന്റെയും ഭർത്താവിന്റെയും കുലത്തെ അധത്തമ കീഴ്പോട്ടുള്ള നരകത്തിലേക്ക് നയസി നീ നയിക്കുന്നു. നീ ഉത്കൃഷ്ടമായ മനുവംശത്തിൽ ജനിച്ചു വളർന്നവളല്ലേ, നിന്റെ ബുദ്ധി എങ്ങനെ വിപരീത നിലയിൽ പ്രവർത്തിക്കണത്? ഒരു ലജ്ജയും കൂടാതെ നീ ജാരനെ അംഗീകരിച്ച് ഇരിക്കണമല്ലോ. അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും കുലത്തെ നീ നരകത്തിലാക്കുകയാണ്. ഇതിനേക്കാൾ കുലദൂഷണം മറ്റെന്താ ചോദിച്ചാൽ വല്ലാതെ ക്രോധം പ്രകടിപ്പിക്കണു മഹാരാജാവ്. ഏവം ബ്രുവാണം പിതരം സ്മയമാനാശുചിസ്മിത ഉവാച താതജാമാത തവേഷ ഭൃഗുനന്ദന. ഏവം ബ്രുവാണം പിതരം ഇപ്രകാരം
പറയുന്ന പിതാവിനോട് സ്മയമാന വിസ്മയയുക്തയും ശുചിസ്മിത മന്ദസ്മിതം ചെയ്യുന്നവളുമായിട്ട് ഉവാച പറഞ്ഞു. താതാ, ഹേ പിതാവേ, ഏഷ ഇദ്ദേഹം ഭൃഗുനന്ദന തവ ജാമാത, ഭൃഗുകുലജാതനും അങ്ങയുടെ പുത്രീവല്ലഭനും ആകുന്നു. അച്ഛന് എങ്ങനെ ഇങ്ങനെ ഒരു ശങ്ക ജനിച്ചത്? ഇതൊരു ആശ്ചര്യല്ലേ. ഇങ്ങനെ അച്ഛൻ വിചാരിക്കുന്നുള്ളത് ആ കുട്ടി വിചാരിക്കണേ ഇല്ല. പക്ഷെ പുഞ്ചിരിച്ചുകൊണ്ട് സുകന്യ പറഞ്ഞു, ഹേ താത, ഇദ്ദേഹം അങ്ങയുടെ പുത്രീവല്ലഭൻ തന്നെയാണ്. ആ ഭൃഗുകുല ശ്രേഷ്ഠനായ ആ മഹർഷി തന്നെയാണ് ഇദ്ദേഹം എന്ന് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് സുകന്യ മറുപടി പറയാണ് അച്ഛനോട്. അത് കേട്ടപ്പോ മഹാരാജാവിന് വളരെ സന്തോഷമായി, അത്ഭുതമായി, സന്തോഷമായി. ശശംസപിത്രേ തൽസർവം യയോരൂപാഭിലംഭനം വിസ്മിത പരമപ്രീത തനയാം പരിഷസ്വചേ. യയോ യാതൊരുവരിൽ നിന്ന് രൂപാഭിലംബനം സൗന്ദര്യപ്രാപ്തി ഉണ്ടായോ, തത് സർവം അത് സർവവും പിത്രേ പിതാവിനായിക്കൊണ്ട് ശശംസ പറഞ്ഞു. വിസ്മിത ആശ്ചര്യയുക്തനും പരമപ്രീത അധികം സന്തുഷ്ടനുമായിട്ട് തനയാം പുത്രിയെ പരിഷസ്വജെ ആലിംഗനം ചെയ്തു. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ യുവാവായത് എന്നിങ്ങനെ ആശ്ചര്യപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കണമെന്ന് അച്ഛനോട് ആ അശ്വിനി ദേവന്മാര് വന്നതും ആ യൗവനവും സൗന്ദര്യവും ലഭിച്ച കാര്യങ്ങളെല്ലാം, ആ തടാകത്തിൽ കുളിച്ചതും എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുത്തു സുകന്യ അച്ഛനോട്. അത് കേട്ടപ്പോ ആശ്ചര്യവും അതിനേക്കാളേറെ പരമ സന്തോഷവും കൊണ്ട് രാജാവ് കുട്ടിയെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കണ്ണിൽ നിന്നും ഇങ്ങനെ അശ്രുധാരകള് ഒഴുകാൻ തുടങ്ങി. സന്തോഷാശ്രുക്കളോടെ ആലിംഗനം ചെയ്തു മഹാരാജാവ്. പിന്നെതാ സോമേനയാജയൻ വീരം ഗ്രഹം സോമസ്യ ജാഗ്രഹീത് അസോമപോരപ്യശ്വിനോ ച്യവന സ്വേന തേജസ. വീരം വീരനെ സോമേന സോമം കൊണ്ട് യാജയൻ യജിപ്പിച്ചു, ച്യവനൻ സ്വേന തേജസ സ്വതപോബലത്താൽ അസോമപോഹോ അപി അശ്വിനോ സോമപന്മാരല്ലെങ്കിലും അശ്വികൾക്ക് സോമസ്യ ഗ്രഹം സോമപാത്രത്തെ ഗ്രഹിച്ചു. അങ്ങനെ വീരനായ ശര്യാദി രാജാവിനെ കൊണ്ട് മഹാരാജാവ് യാഗം ചെയ്യിക്കാനാണല്ലോ വന്നത്. അപ്പോൾ ശര്യാദി രാജാവിനെ കൊണ്ട് ച്യവനൻ സോമയാഗം നടത്തിച്ചു. അപ്പൊ അശ്വിനി ദേവന്മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിലെ സോമപാനം ഇതുവരെ അവകാശപ്പെടാതിരിക്കുന്ന ആ അശ്വിനി ദേവന്മാരെ ഉദ്ദേശിച്ചും സോമപരിപൂർണമായ പാത്രം സമർപ്പിച്ചു. അങ്ങനെ അതിനു മുമ്പ് പൂർവ്വ നടപ്പിന് വിരോധമായ ഈ പ്രവൃത്തി എങ്ങനെയാണ് എല്ലാവരും അംഗീകരിക്കണ്ടേ, പക്ഷേ അതിനൊന്നും സംശയം വേണ്ടെന്ന് പറയാണ്. അത്രത്തോളം തപശക്തിയുള്ളവനാണ് ച്യവന മഹർഷി. അതുകൊണ്ട് എല്ലാവരും അതിനെ അംഗീകരിച്ചു. അശ്വിനി ദേവന്മാർക്കും സന്തോഷമായി. അങ്ങനെ അതാ സുകന്യയുടെ ആ പാതിവ്രത്യത്തിന്റെ ശക്തി വന്നു. മഹാരാജാവിനും വളരെ സന്തോഷമായി. രാജപത്നിക്കൊക്കെ വളരെ ദുഃഖമുണ്ടായിരുന്നു. ഇങ്ങനെ തൻ്റെ മകളെ, ആ കൊച്ചുകുട്ടിയെ, ആ വൃദ്ധനായ ആ മുനിക്ക്, തപസ്യാണെങ്കിലും ആ മുനിക്ക് വിവാഹം ചെയ്തു കൊടുത്ത അതേവരെ രാജകുമാരിയായിട്ട് കളിച്ചു നടന്ന കുട്ടിയല്ലേ. അങ്ങനെ ഇപ്പൊ ഇതാ വളരെ സന്തോഷമായിട്ട് ജീവിക്കണം കണ്ടിട്ട് രാജാവിനും രാജ്ഞിക്കും എല്ലാവർക്കും വളരെ സന്തോഷമായി പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.